നമുക്ക് ജേതാക്കളാകാമെന്ന ഈ വിഷയത്തെ സംബന്ധിച്ചുകൊണ്ട് നാം സംസാരിക്കുമ്പോൾ നേരത്തെ ഇവിടെ നടന്ന സംസാരങ്ങളെല്ലാം ഉള്ള ഒരു പരിതാപകരമായ രംഗമുണ്ട്. ഈ രംഗത്തേക്ക് ആളെ കിട്ടുന്നില്ല. വിദ്യാർത്ഥികൾ ശോഷിച്ചു വരികയാണ്, പള്ളിദർസുകൾ ശുഷ്കിച്ചു വരികയാണ്. ഇതിനെല്ലാം നാം ഒന്ന് ഒരു വിലയിരുത്തൽ നടത്തേണ്ടതുണ്ട്. നാം അനുഭവിക്കുന്ന ഈ മേഖല, നാം ധരിച്ചിട്ടുള്ള ഈ ഡ്രസ്, യൂണിഫോം, അതാണ് ഇന്ന് ലോകത്ത് ലഭിക്കാവുന്ന ഏറ്റവും നല്ല മേഖല എന്ന് നാം മനസ്സറിഞ്ഞുകൊണ്ട് വിശ്വസിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ജേതാക്കളാകാം. അല്ല, നന്നായി ഇൻസൈഡ് ചെയ്തുകൊണ്ട്, ഫാൻറ് ഇട്ടുകൊണ്ട്, മുടിയെല്ലാം പുതിയ രൂപത്തിൽ കട്ട് ചെയ്തുകൊണ്ട് നല്ല സ്കൂട്ടറിലും മറ്റും ചെത്തി നടക്കുന്ന ചെറുപ്പക്കാരെ കാണുമ്പോൾ തമ്പുരാനെ എനിക്ക് ഇങ്ങനെ ആകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ആർക്കെങ്കിലും മനസ്സിൽ വിഷമം തോന്നുന്നുണ്ടോ? അവൻ ഒരിക്കലും ദുനിയാവിലും ആഖിറത്തിലും ജേതാവാകാൻ ശ്രമിക്കേണ്ടതില്ല. അതുകൊണ്ട് സ്വന്തം മനസാക്ഷിയോട് ചോദിക്കുക. തലപ്പാവ് ധരിച്ചുകൊണ്ട്, വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട്, ഫുൾക്കൈയുള്ള കുപ്പായമിട്ടുകൊണ്ട് റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ വേഷമല്ലാത്ത മറ്റുള്ള വേഷങ്ങൾ കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഒന്ന് ധരിക്കാൻ ആഗ്രഹമുണ്ട്, എനിക്ക് അങ്ങനെ ഒന്ന് ഹെയർ സ്റ്റൈൽ ആക്കാൻ ആഗ്രഹമുണ്ട് എന്ന് വെറുതെയെങ്കിലും ഇഖ്തിയാറില്ലാതെയെങ്കിലും മനസ്സിൽ വരുന്നുണ്ടോ എങ്കിൽ നമുക്ക് ജേതാക്കളാകാമെന്ന വിഷയത്തിൽ അവിടെ മാർഗദർശനം സൃഷ്ടിക്കപ്പെടുകയാണ്. നമുക്ക് ആദ്യമായി വേണ്ടത് നാം ഉള്ള മേഖലയിൽ നമുക്ക് ശക്തമായ വിശ്വാസം വേണം. നമ്മുടെ ലക്ഷ്യം എന്താണ് എന്നതിൽ നമുക്ക് ബോധമുണ്ടാകണം. നമ്മുടെ ലക്ഷ്യം സഅദത്തുദ്ദാറൈൻ, ദുനിയാവിലും ആഖിറത്തിലും വിജയമാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന് പറയുന്ന വിഭാഗത്തിനാണ് ദുനിയാവിലും ആഖിറത്തിലും ക്ഷേമമുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അതേ സ്ഥാനത്ത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നവർക്ക് നാളെ ആഖിറത്തിൽ ഒന്നുമില്ല, അവർക്ക് ദുനിയാവിലും പരാജയം തന്നെയാണ് എന്നർത്ഥം വരുന്ന ആയത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അതുകൊണ്ട് പ്രഥമമായി നമുക്കെല്ലാം വേണ്ടത്, നാം കടന്നു വന്ന മേഖല അത് സത്യപ്രസ്ഥാനമാണെന്നും അതാണ് ഏറ്റവും വലിയ മേഖല എന്നും നാം ഉറച്ചു വിശ്വസിക്കണം. മാത്രമല്ല നമ്മുടെ ലക്ഷ്യം ഫൗസുദ്ദാറൈൻ, സഅദത്തുദ്ദാറൈൻ, ഇത് ലോക വിജയമാണ്. ഈ ബോധം നമുക്കുണ്ടായാൽ പൈശാചികമായി പിശാച് നമ്മളെ തെറ്റിക്കാൻ നോക്കുന്ന ഒന്ന് നമ്മെ താരിഖു സ്വലാത്താക്കാൻ വേണ്ടി സമ്മർത്തുകയില്ല. ആലോചിക്കണം മോമിനീങ്ങളെ, നമ്മെക്കൊണ്ട് നിസ്കാരം ഉപേക്ഷിക്കാൻ വേണ്ടി പിശാച് തോന്നിപ്പിക്കുകയില്ല. റമദാനു ശരീഫ് നോമ്പെടുക്കാതിരിക്കാൻ വേണ്ടി നമ്മെ പിശാച് തോന്നിപ്പിക്കില്ല. ഒരു സ്ത്രീയുമായി വ്യഭിചരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നമ്മെക്കൊണ്ട് പക്ഷേ പിശാച് നടത്തിക്കില്ല. മോഷണം നടത്താനും കള്ളുകുടിക്കാനും അതുപോലെയുള്ള ഇന്ന് തെറ്റാണെന്ന രോഗം അംഗീകരിക്കുന്ന വിഷയങ്ങൾ നമ്മെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ പക്ഷേ പിശാച് ശ്രമിക്കുകയില്ല. ശ്രമിച്ചാൽ അവൻ പരാജയപ്പെടും. മറിച്ച് പിശാച് ശ്രമിക്കുന്ന പരിപാടിയുണ്ട്. എന്തെല്ലാം നല്ല നല്ല മേഖലയുണ്ടോ ആ മേഖലയിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. മോശമായ മേഖല എന്തെല്ലാം ഉണ്ടോ ആ മേഖല സ്വീകരിക്കാൻ വേണ്ടി നമ്മെ തോന്നിപ്പിക്കും. നന്നായി ഇൻസൈഡ് ചെയ്തുകൊണ്ട് പാശ്ചാത്യ വേഷം ധരിച്ചുകൊണ്ട് ചെറുപ്പക്കാരൻ പോകുമ്പോൾ അങ്ങനെ ആയാൽ തരക്കെടില്ല എന്ന് ഒരു പക്ഷേ പല മുത്തഅല്ലിമീങ്ങളും ചിന്തിച്ചിട്ടുണ്ടാകും. ആലോചിക്കുക, ഞാൻ ധരിച്ച വേഷം അത് എന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിന്റെ ഭൂമിയിലെ ആണുങ്ങളോട് പറഞ്ഞ ഡ്രസ്സാണ്. പുരുഷന്മാർക്ക് സുന്നത്തായ വേഷമാണ് വെള്ള ഡ്രസ്സ്, അത് ധരിക്കണമെന്ന് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അതാണ് സ്വീകരിക്കുന്നത് എന്ന ഒരു ഉറച്ച ഒരു പ്രതിരോധം നമുക്കുണ്ടായേ മതിയാകൂ. അത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 ഖബറിന്റെ അരികിലൂടെ നടന്നു പോയപ്പോൾ ഉള്ള അനുഭവം ഉണ്ടല്ലോ. എന്ന് പറഞ്ഞൊരു വിശാലമായ സംഭവം. ആ ഖബറിൽ ആരാണ് അടക്കപ്പെട്ടത്? ആ ഖബറിൽ അടക്കപ്പെട്ട ആളുകൾ ശിക്ഷിക്കപ്പെടുന്ന രംഗം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ഭൂമുഖത്തിലൂടെ നടന്നു പോകുന്ന ശഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അത് ഇന്ന ആളുകളാണെന്ന് പരിചയപ്പെടുത്തിയപ്പോൾ തങ്ങൾ പറഞ്ഞു, അതിൽപ്പെട്ട ഒരു വ്യക്തി നമീമത്തുമായി നടക്കുന്ന കാരണത്താൽ ഖബറിൽ കടുത്ത ശിക്ഷ അനുഭവപ്പെടുകയാണ്. മറ്റൊരു വ്യക്തി മൂത്രത്തിൽ നിന്ന് വേണ്ടതുപോലെ ശുദ്ധിയാക്കാത്തത് കൊണ്ട് അവനും ശിക്ഷിക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞ് ഈത്തപ്പന മട്ടൽ കൊണ്ടുവന്ന് നെടുകെ പിളർത്തി ആ ഖബറിന്മേൽ നാട്ടിയ സംഭവം സുപരിചിതമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഇന്നത്തെ ഭൗതികമായിരിക്കുന്ന പലരും താല്പര്യപ്പെടുന്ന ആ വേഷമുണ്ടല്ലോ, ജഡ്ഡി ധരിച്ച് ടൈറ്റ് ഫിറ്റ് ഫാൻസ് ധരിച്ചുകൊണ്ട് മൂത്രമൊഴിക്കാൻ നിന്നുകൊണ്ടും സാധ്യമല്ല, ഇരുന്നു കൊണ്ടും സാധ്യമല്ല, റുക്കൂ ചെയ്തുകൊണ്ടും സാധ്യമല്ല. ഒരു പ്രത്യേകമായ ഗോഷ്ഠിയിൽ മൂത്രമൊഴിച്ച് കുറെ മൂത്രപ്പുരയിലേക്കും കുറെ കാലിലും കുറെ ഡ്രസ്സിലുമായി കൊണ്ടാണ് പള്ളിയിലേക്ക് വരുന്നത്. മൂത്രത്തിൽ നിന്ന് ശുദ്ധിയാകാത്ത ആളുകൾക്ക് ശിക്ഷയുണ്ടെന്ന് റസൂലുള്ളാഹി
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദുരന്തമെല്ലാം നമുക്ക് ഒഴിവായി പോയി എന്നുള്ള സന്തോഷമാണ് അത്തരം വേഷങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നേണ്ടത്. മറിച്ച് ഞാനിങ്ങനെ ആയിപ്പോയല്ലോ, എന്നെ SLC പ്രായമായപ്പോഴേക്ക് എന്റെ മാതാപിതാക്കൾ ഈ വഴിക്ക് തിരിച്ചുവിട്ടല്ലോ എന്നുള്ള ഒരു വിഷമം ഉണ്ടെങ്കിൽ ജേതാക്കളാകാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന് പ്രിയമുള്ള സഹോദരന്മാരെ നാം ചിന്തിക്കേണ്ടതുണ്ട്.